അവാർഡിന് വേണ്ടിയല്ലല്ലോ സിനിമ ചെയ്യേണ്ടത്. സിനിമ കിട്ടുകയാണെങ്കിൽ അവാർഡൊക്കെ ഒരു ജൂറിയുടെ ഡിസിഷൻ ആണല്ലോ. അതൊരു ജൂറി തീരുമാനിക്കുന്നു. ഒരു ഈ പറഞ്ഞ പോലെ 3-4 പേര് ചേർന്നിരുന്ന ഒരു ജൂറിയാണ് അത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ കേരളം ഉണ്ടായെന്നും കേരളത്തിലെ കാവുകൾ എങ്ങനെ ഉണ്ടായെന്നും കാവുകളെ കുറിച്ചുള്ള ഐതിഹ്യവും അല്ലെങ്കിൽ അതെങ്ങനെ അതൊരു മിത്തായിട്ട് മാറിയെന്നും ആ മിത്തിനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള 2 പേരുടെ ലൈഫിലോട്ട് അത് ഇഫക്റ്റ് ചെയ്യുന്നതെന്നും അത് ഒരുപാട് പേർ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒക്കെ അത് ഈസി ആയിട്ട് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടോ അല്ലെങ്കിൽ ഓർമ്മകളായിട്ടോ കണക്ട് ചെയ്യാൻ എല്ലാ തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് തിയേറ്ററിൽ പറയാൻ. പുള്ളി സ്വന്തമായിട്ട് വഴിവെട്ടി വന്ന ഒരാളാണ്. അതേസമയം ദുൽഖറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇൻഡസ്ട്രിയിലോട്ട് വരാൻ. ഇപ്പൊ ശ്രീനിയേട്ടൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, ഇപ്പൊ പുള്ളി സ്വന്തമായിട്ട് പാടുപെട്ട് ബുദ്ധിമുട്ടി സിനിമയിൽ വന്ന ആളാണ്. അതേസമയം പുള്ളിയുടെ മക്കള് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു പുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പേരില്. പക്ഷെ അവര് നിക്കണമെങ്കിൽ കാര്യമില്ലല്ലോ. അപ്പം ലാൽ സാറിന്റെ മോൻ പ്രണവാണെങ്കിലും അങ്ങനെ എളുപ്പത്തിൽ വന്നു. കല്യാണി പ്രിയദർശൻ, പൃഥ്വിരാജ്, അപ്പൊ ഇവരൊക്കെ സർവൈവ് ചെയ്യുന്നത് അവർക്ക് എന്തെങ്കിലും കഴിവ് ഉണ്ട്. ഇന്ന് നമ്മുടെ അതിഥിയായി വന്നിരിക്കുന്നത് പ്രശസ്ത സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിട്ടുള്ള സജിൻ ബാബു സാറാണ്. സാറിന് സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സർ. സിനിമാ ജീവിതത്തിൽ വാട്ട് മേക്ക് യു ഹാപ്പി? സിനിമാ ജീവിതത്തിൽ സിനിമ ചെയ്യുന്നതാണ് നമുക്ക് ഹാപ്പിനെസ്. ഓക്കെ. എപ്പോഴും സിനിമ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ സിനിമ ചെയ്യുമ്പോൾ എഴുത്താണോ അല്ലെങ്കിൽ ക്യാമറയുടെ മറ്റു കാര്യങ്ങളാണോ അല്ലെങ്കിൽ മ്യൂസിക് ആണോ? സാർ ഇപ്പം ബിരിയാണിയിലൊക്കെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോ എല്ലാം സിനിമയുടെ ഏത് വിഭാഗത്തിലും വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ എഡിറ്റിംഗ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ എഡിറ്റ് ചെയ്യുന്ന അപ്പു ഭട്ടതിരിയാണ് സിനിമയൊക്കെ. പിന്നെ സൗണ്ട് ഡിസൈൻ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു കാര്യം ഉറപ്പായിട്ടൊരു സിനിമ ചെയ്യുമ്പോഴാണല്ലോ. ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ എഴുതിയ ഒരു സ്ക്രിപ്റ്റിനെ എഴുതിയിട്ട് സിനിമ ആക്കുന്നത് മാത്രമല്ല, എല്ലാം സിനിമ എന്നുള്ളത് എഴുത്ത് മാത്രമല്ലല്ലോ, എല്ലാം വരുമല്ലോ. ഓക്കെ. സിനിമയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുകയാണെങ്കിൽ ജീവിതത്തിലാണെങ്കിൽ വാട്ട് മേക്ക് യു ഹാപ്പി? ജീവിതത്തിൽ ഞാൻ സിനിമ കാണും, യാത്ര ചെയ്യും. അപ്പം യാത്ര ചെയ്യുന്നത് ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പം എപ്പോഴും ഞാൻ യാത്ര ചെയ്യാറുണ്ട്. മിക്കവാറും ഒരു വർഷത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഞാൻ 2-3 മാസമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്യാറുണ്ട്. ഇപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഈ വർഷം ഞാൻ 7 കൺട്രീസ് ഓൾറെഡി വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് ഈ സിനിമ അല്ലെങ്കിൽ ഈ ലൈഫിൽ ഏറ്റവും കൂടുതൽ നമുക്ക്. സിനിമ മാത്രമല്ല, സിനിമ കാണലും ഇമ്പോർട്ടൻ്റ് ആണ്, സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, സിനിമയെക്കുറിച്ച് പഠിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ യാത്രയിൽ നിന്നും വായനയിൽ നിന്നുമൊക്കെ നമുക്ക് കിട്ടുന്നതും അതാണല്ലോ. അപ്പം വായന ഇൻ ദ സെൻസ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ പരിചയപ്പെടുന്ന പുതിയ പുതിയ ആൾക്കാർ, പുതിയ പുതിയ സ്ഥലങ്ങൾ, പുതിയ പുതിയ അനുഭവങ്ങൾ, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്, ഇതൊക്കെ തന്നെ ഒരു റൈറ്റർ എന്നുള്ള നിലയിലും ഒരു ഫിലിം മേക്കർ എന്നുള്ള നിലയിലും ഒക്കെ സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. സ്പെയിനിലാവട്ടെ, ഫ്രാൻസ് ആവട്ടെ, ഇറ്റലി ആവട്ടെ, റഷ്യയിലാവട്ടെ, പലപ്പോഴും സിനിമ കാണിക്കാൻ വേണ്ടി പോകുന്നു. അല്ലെങ്കിൽ ചില മറ്റു പല ആവശ്യങ്ങൾ. ഇപ്പൊ ക്യാൻസിൽ പോയിരുന്നു കഴിഞ്ഞ ഈ വർഷം, ഈ മെയിൽ പോയിരുന്നു, പിന്നെ റഷ്യയിൽ പോയിരുന്നു, പിന്നെ സ്വീഡനിൽ പോയിരുന്നു, പല പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ പല മിക്കവാറുള്ള നോർത്ത് ഈസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സിലും എക്സ്പീരിയൻസിന് വേണ്ടി പോകാറുണ്ട്. 3 മാസം 4 മാസമൊക്കെ ട്രാവൽ ചെയ്യാറുണ്ട്. ഇപ്പോൾ അരുണാചലിലാവട്ടെ, നാഗാലാൻഡ് ആവട്ടെ, മണിപ്പൂർ ആവട്ടെ, ആസാം ആവട്ടെ. അപ്പം എല്ലാ സ്ഥലത്തും അതെ അതൊക്കെ ഓരോ ട്രൈബ്സും ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഓരോ മനുഷ്യരും ഓരോ കൾച്ചറും ഓരോ അതൊക്കെ തന്നെയല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അതൊക്കെ തന്നെയാണ് നമ്മൾ സിനിമയിലും എഴുത്തിലും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതെ. ഇപ്പം നമ്മുടെയൊക്കെ ഒരു നോർമൽ പീപ്പിളിൻ്റെ ഒക്കെ ഒരു ലൈഫ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സെയിം റുട്ടീനിൽ പോകുന്നു, സെയിം റുട്ടീനിൽ എല്ലാ ഡേ ടു ഡേ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മളിങ്ങനെ യാത്ര ചെയ്യാൻ പറ്റുന്നതൊക്കെ ഒരു ഭാഗ്യമല്ലേ ശരിക്കും. നമ്മളുടെ പാഷൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്നത്, ഇഷ്ടങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നത് ഒക്കെ ഒരു ഭാഗ്യം. തീർച്ചയായിട്ടും അത് ഭാഗ്യമായിട്ടും അതൊരു നമ്മൾ തിരഞ്ഞെടുത്തൊരു വഴിയും കൂടെയാണല്ലോ. നമ്മളിപ്പം വേറെ ഒന്നും ചെയ്യുന്നുമില്ലല്ലോ ലൈഫിൽ. ഈ പറഞ്ഞ പോലെ സിനിമയും എഴുത്തും യാത്രയും സിനിമ കാണലും
പുതിയ പുതിയ എക്സ്പീരിയൻസുകളുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന, അല്ലെ ഹാപ്പിനെസ് നൽകുന്ന, പാരലായിട്ട് ഇത് സന്തോഷം കിട്ടുന്നൊരു കാര്യം. അതെ. ഇപ്പം അൺ ടു ദ ഡെസ്കിൽ തുടങ്ങി, പിന്നെ അയാൾ ശശി, അതിനുശേഷം ബിരിയാണി, പിന്നെ തിയേറ്റർ, 4 സിനിമകൾ ചെയ്തു. ഈ 2 ഫിലിമിലെ പേരുകൾ എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഒരെണ്ണം ബിരിയാണി, ദ ഫ്ലേവേഴ്സ് ഓഫ് ഫ്ലഷ്, പിന്നെ ഒരെണ്ണം വന്നിരിക്കുന്നത് തിയേറ്റർ, ദ മിത്ത് ഓഫ് റിയാലിറ്റി. എങ്ങനെയാണ് ഈ പേരുകൾ സെലക്ട് ചെയ്യുന്നത്? ഫ്ലേവേഴ്സ് ഓഫ് ഫ്ലഷ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആ ഒരു പേര് കേൾക്കുമ്പോൾ വാവ് ബിരിയാണി, അതിലാ ഫ്ലഷിൻ്റെ ഒരു ടേസ്റ്റ് ഭംഗി, അതായിരിക്കും നമ്മളെ മനസ്സിൽ ഫസ്റ്റ് വരിക അല്ലേ? ഓഫ് കോഴ്സ് ഞാൻ അതായിരുന്നു തിങ്ക് ചെയ്ത്. ബട്ട് ഫിലിം കണ്ട് ഇറങ്ങുമ്പോഴേക്കും എൻ്റർലി ഡിഫറെൻ്റ് ആയി. നമ്മളങ്ങനെ എന്താ പറയുക, ബേസ്റ്റ് ചെയ്യിക്കുന്ന അവസ്ഥയിലുള്ള തോട്ട്സും പ്രോസസ്സും ഒക്കെ വരുന്ന. എങ്ങനെയാണ് ഈ പേരുകൾ സെലക്ട് ചെയ്യുന്നത്? ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഫ്ലേവേഴ്സ് ഓഫ് ഫ്ലഷ് പേരുകൾ സിനിമയ്ക്ക് അനുയോജ്യമായിട്ടുള്ള പേരുകളാണല്ലോ നമ്മൾ ഇടുന്നത്. ഇപ്പൊ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് ബിരിയാണി എന്ന് തന്നെയാണ്. ഇപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പേര് തിയേറ്റർ എന്നുള്ളതാണ്, മിത്ത് ഓഫ് റിയാലിറ്റി. അപ്പൊ എല്ലാം സബ്ജക്റ്റുമായിട്ടും സ്ക്രിപ്റ്റുമായിട്ടും കഥയായിട്ടും അതിൻ്റെ മേക്കിങ്ങുമായിട്ടും ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പേരിൻ്റെ പിന്നിലുള്ളത്. അല്ലാതെ മനഃപൂർവ്വം. പിന്നെ കുറച്ചുകൂടെ എളുപ്പം ആൾക്കാർ കണക്ട് ചെയ്യാവുന്ന പേര് ഇപ്പം തിയേറ്റർ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അപ്പം അതെങ്ങനെയാണെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ബിരിയാണി എനിക്ക് തോന്നുന്നു എല്ലാവരും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഏറ്റവും സുപരിചിതവും പരിചിതവും ടേസ്റ്റിയും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള ഫ്ലവേഴ്സുകൾ ചേരുന്ന ഓരോ സ്ഥലത്തും ഓരോ ബിരിയാണി ആണല്ലോ. അപ്പൊ അതിനനുസരിച്ച് അതും ഏറ്റവും അർത്ഥവത്തായിട്ടുള്ള ഒരു പേരായിട്ട് തോന്നിയോണ്ടാണ് അതൊക്കെ. അതെ. എന്നാലും ആ മേക്കിംഗ് ഈ എഴുത്തിന്റെ സമയത്ത് തന്നെ വരുന്നതാണോ ഈ ഒരു പേര്? അല്ല, ഇതിപ്പോ പലതും നമ്മൾ പിന്നീട് അതിലോട്ട് അറിവ് ചെയ്ത് വരുന്നതാണ്. ഡിസ്കസ് ഒരു പേരും അതിനുശേഷം അതിനൊരു ടാഗ് ലൈൻ പോലെ. അതിപ്പോ എല്ലാ പടത്തിനും ഉണ്ട്. ഇപ്പം അൺ ടു ദ ഡെസ്ക് എന്ന് പറയുന്ന അസ്തമയം വരെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മലയാളത്തിലും ഇതിലും കൂടെ 2 ലാംഗ്വേജിലാണ് ചെയ്തിരിക്കുന്നത്. അതെ. അസ്തമയം വരെ ആണെങ്കിലും അയാൾ ശശി ആണെങ്കിലും അയാൾ ശശി എന്ന് പറയുന്ന പേര് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പേരാണ്. അപ്പൊ ശ്രീനിയേട്ടൻ ആണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്, മെയിൻ ലീഡ് ചെയ്തിരിക്കുന്നത്. അപ്പം കുറച്ചുകൂടെ ആൾക്കാർ കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ആ സിനിമ Z5 ഉള്ളത്. Zല് ഒരു പലവട്ടം കാണിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു പേര് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര രസമായിട്ട് തോന്നി. പിന്നെ തിയേറ്ററിനെ പറ്റി പറയുകയാണെങ്കിലും ദ മിത്ത് ഓഫ് റിയാലിറ്റി ആണോ മിത്താണോ, ഏതാണ് മുഴച്ചു നിൽക്കുന്നത്, ഏതാണ് സത്യത്തിൽ, എവിടെയാണ്, എന്തിനെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ ശരിക്കും ആഗ്രഹിച്ചത് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ, എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ? അല്ല, മിത്ത് ഓഫ് റിയാലിറ്റി തിയേറ്റർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന നാടകമേ ഉലകം എന്നുള്ളതാണ്. നമുക്ക് പലതും റിയാലിറ്റി എന്താണ് നമ്മുടെ ചുറ്റും നടക്കുന്നത്, അല്ലെങ്കിൽ ഏതാണ് സത്യം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിരിച്ചറിവുണ്ടല്ലോ. നമ്മൾ കുറേ സമയം എടുത്തിട്ടാണ് അത്തരം തിരിച്ചറിവുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പേരുകൾ അങ്ങനെ ഇടുന്നത്. പിന്നെ ഈ ഫിലിമൊക്കെ ചെയ്യുന്ന സമയത്ത് അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇത് ഒരിക്കലും അല്ല. അവാർഡിന് വേണ്ടിയല്ലല്ലോ സിനിമ ചെയ്യേണ്ടത്. സിനിമ കിട്ടുകയാണെങ്കിൽ അവാർഡൊക്കെ ഒരു ജൂറിയുടെ ഡിസിഷൻ ആണല്ലോ. അതൊരു ജൂറി തീരുമാനിക്കുന്നു. ഈ പറഞ്ഞ പോലെ 3-4 പേര് ചേർന്നിരുന്ന ഒരു ജൂറിയാണ് അത് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഫിലിമില് ശ്രീനിയേട്ടൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട് സാറ്, അതേപോലെ കനി കുസൃതി, റിമാക്ക്, അല്ലെങ്കിൽ ഈ 3 പേരില് 3 പേരുടെയും കൂടെ അസ്തമയം വരെ സനലമ്മനാണ് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ. ഈ 4 പേരിലെയും വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കംഫർട്ടായിട്ട് ഫീൽ ചെയ്തതാണ് ആരാണ്, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും അടുത്തുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് ഷെയർ ചെയ്യാമോ? അല്ല, അത് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആണ് ഓരോരുത്തരോട് പറയുമ്പോഴും. അപ്പൊ അത് ഇന്നവരാണില്ല, എല്ലാവരും എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പൊ റിമ എടുക്കുകയാണെങ്കിൽ റിമ ഭയങ്കര പ്രൊഫഷണലാണ്, ഭയങ്കര നല്ല രീതിയിൽ എല്ലാ ഇതിലും അവർ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഈ സിനിമ കാണുമ്പോൾ പറയും തെങ്ങി കയറുകയും വെള്ളത്തിൽ ചാടുകയും നീന്തുകയും പിന്നെ അതിൻ്റെ ഒരു ക്ലൈമാക്സിലും ഒക്കെ കാണുമ്പോൾ അറിയാം അത്രയും ഫിസിക്കൽ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ അവർ അതിന് വേണ്ടിയിട്ട് 100% ഡെഡിക്കേറ്റ് ചെയ്ത് ആ ക്യാരക്ടർ ആവാൻ കാണിക്കുന്നൊരു എന്തൂസിയാസവും ഭയങ്കര വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ കനിയാണെങ്കിലും കനി എനിക്കും നേരത്തെ അറിയാമെന്നുള്ളതാണ്. കനിയുടേതായിട്ടുള്ള രീതിയിൽ അവരും ഗംഭീര ആക്ട്രസ് ആണ്. അതുപോലെ സനൽ വേറൊരു രീതിയിലാണ്. സനൽ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞിട്ടാണ്, NSD കഴിഞ്ഞതാണ്, നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ കഴിഞ്ഞതാണ്. അപ്പൊ എല്ലാവരും ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും കംഫർട്ടബിൾ ആയിരുന്നു. അതെ, എല്ലാം
പിന്നെ ഓരോ കാലഘട്ടത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെയും ഒരു നമ്മളെന്നുള്ള വ്യക്തിയിലും ചില മാറ്റങ്ങളും ചില മനസ്സിലാക്കലുകളും ചില ഒക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പം ഓരോ പ്രായത്തിലും ഓരോ സമയത്തും ഓരോ വർഷത്തിലും ഓരോ മാറ്റങ്ങളും ഇതും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനനുസരിച്ച് അവരുടെയും തിരിച്ചുള്ള ഇതും അങ്ങനെ ആയിരിക്കുമല്ലോ. എല്ലാവരുമായിട്ടും നല്ല എക്സ്പീരിയൻസ് ആണ്. വ്യക്തിപരമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള എനിക്ക് തോന്നുന്നു ശ്രീനിവാസൻ സാറുമായിട്ടാണ്. ഈ തിയേറ്റർ എന്ന് പറയുന്ന മൂവിയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അതേപോലെ റിമയ്ക്കാണെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ട് മാറാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവരൊക്കെ നല്ല ആക്ടേഴ്സ് ആണല്ലോ. അവരൊക്കെ ഒരുപാട് എക്സ്പീരിയൻസും ഒക്കെ ഉണ്ട്. അവർക്കറിയാം എങ്ങനെ സിനിമ ചെയ്യണമെന്ന്. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു ക്യാരക്ടറിനെ കായികപരമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതെ, അതുകൊണ്ടാണല്ലോ അവര് ഡാൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഫിസിക്കൽ ഇത് ചെയ്യുന്നതാണ്, തിയേറ്റർ ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള അവരുമായിട്ട് എഴുതുമ്പോഴേ റിമ ഉണ്ടായിരുന്ന മനസ്സില്? ഇല്ല, ഇപ്പൊ ബിരിയാണി എഴുതുമ്പോൾ മക്കനിയായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ ഇത് റിമ എനിക്ക് നേരത്തെ തന്നെ അറിയാം. ഞങ്ങളൊരു വേറൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ സിനിമ കാണുമ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ സിനിമ വേറെ ഒരാൾ ചെയ്താൽ എത്രത്തോളം അത് വർക്കാവോ എന്നുള്ളതിനെ കുറിച്ച് സംശയം തോന്നും. അപ്പൊ അത്തരത്തിലാണ് അവരുടെ ഒരു പെർഫോമൻസും അവരുടെ ഇതിനോടുള്ള ഡെഡിക്കേഷനും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അത് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അവര് തന്നെ ചെയ്തോളൂ. നമ്മളത് പറയുക. കംപ്ലീറ്റ്ലി ഫ്രീ ആണോ സെറ്റില്? ഒരിക്കലും ഫ്രീ ആവാൻ പറ്റില്ലല്ലോ. എല്ലാ സിനിമയ്ക്കും ഓരോ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിൻ്റെതായിട്ടുള്ള ഫ്രീ ആയിട്ട് വിട്ടിട്ട് നിങ്ങളുടെ ഒരു ഫീൽഡിൽ ചെയ്യൂ, അങ്ങനെയാണോ? അല്ല, അത് ഓരോ സിനിമയ്ക്കും ഓരോ ക്യാരക്ടറും ഓരോ ഡിഫറെന്റ് ആണല്ലോ. ഇപ്പൊ ഒരാളെ ഡീൽ ചെയ്യും പോലെ അല്ലല്ലോ ഒരാളെ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാരും ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അല്ല എല്ലാവരും ഒരുപോലെ ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറയാം, അതിനോട് ഉള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞാൽ മതി. സജിന്റെ തിയേറ്ററിന് ഒരു ഡോക്യുമെന്ററി സ്വഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇതൊരു ഡോക്യുമെന്ററി സ്വഭാവമല്ല, അത് ഫിക്ഷനാണ് ഉറപ്പായിട്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, പിന്നെ അതിലൊരു ഡോക്യുമെന്ററി എലിമെന്റ്സ് ചില ഏരിയകളിൽ സെക്കൻഡ് ഹാഫിലൊക്കെ ചില ഏരിയകളിൽ കൊണ്ടുവരാം. അതാണ് ആ സിനിമയുടെ ഹൈലൈറ്റും. അതാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെയും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഫോണില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു കാലഘട്ടമാണല്ലോ. അപ്പൊ അതിൻ്റെ ഒരു ഇത് ഫിക്ഷനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു എന്നുള്ള. അതിൽ പറയുന്ന ഒരു കാര്യവും ഈ പറഞ്ഞ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റും, ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന ലൈഫിൽ, അതിപ്പോൾ എനിക്ക് മാത്രമല്ല ഓരോ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു ഇടപെടലുകൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിൻ്റെ ഒരു സ്ക്രീനിൽ കൊണ്ടുവരിക, അത് സിനിമയിൽ കൊണ്ടുവരിക, അതൊരു ഫിക്ഷനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒരു സൈഡ് പിടിക്കാതെ വളരെ ബാലൻസ് ചെയ്ത്, അത് എളുപ്പമല്ല. അതെ, ഉള്ളടക്കത്തിന്റെ ഒരു ജൈവികത അതിനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചർ ഫിലിം നമ്മൾ പറഞ്ഞാലും ഡോക്യുമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ഫീച്ചർ ഫിലിമിലേക്ക് വരുമ്പം അത് ആ ഒരു ഉള്ളടക്കത്തിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ കഥയിലെ. അത് സിനിമ എന്ന് പറയുന്ന പല ലാംഗ്വേജല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഒരേപോലെ സിനിമ ചെയ്യാൻ പറ്റില്ലല്ലോ. സിനിമയ്ക്ക് സിനിമയുടേതായിട്ടുള്ള വിഷ്വൽ ലാംഗ്വേജസ് ഉണ്ട്. അത് സബ്ജക്റ്റിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമ്മളിപ്പോ എല്ലാ സിനിമയും ഒരുപോലെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു നോർമൽ സിനിമ ആയിപ്പോയല്ലോ. നമ്മുടേതായിട്ടുള്ള ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ടാക്കിയെടുക്കുക, ആ വിഷ്വൽ സെൻസ് ഉണ്ടാക്കിയെടുക്കുക, അതിനനുസരിച്ച് കഥ പറയുക, അങ്ങനത്തെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കി എടുക്കുമ്പോൾ ഉണ്ടാവുന്ന ചില വിഷ്വൽ ലാംഗ്വേജിൽ ഉണ്ടാവുന്ന ചില പുതിയ എക്സ്പെരിമെന്റ്സും പുതിയ സാധനങ്ങളും. അത് എക്സ്പെരിമെന്റ്സ് അല്ല സത്യത്തിൽ, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. അതാണല്ലോ ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ പിന്നെ നോർമൽ രീതിയിൽ കഥ പറഞ്ഞാൽ മതിയല്ലോ, അതിൽ കാര്യമില്ലല്ലോ. അതാണല്ലോ സിനിമയുടെ പ്രത്യേകതയും. ഇപ്പം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയൻ്റെത് പറഞ്ഞുകൊണ്ട് പറയാണ്, സാറിൻ്റെ തിയേറ്റർ എന്ന മൂവിയിൽ ഒരു വ്ളോഗർ വന്നിട്ടാണല്ലോ ഈ കാര്യങ്ങൾ മീര എന്ന് പറയുന്ന ക്യാരക്ടറിനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇതേ സമയത്ത് തന്നെ ഇറങ്ങിയ ഒരു ഫിലിമാണ് പർദ്ദ എന്ന് പറയുന്നത്. അതിൽ അനുപമ പരമേശ്വരൻ എന്ന് പറയുന്ന കുട്ടി, അവരുടെ ഒരു കസ്റ്റമാണ് പർദ്ദ ധരിക്കാൻ ഒരു ഷോൾ ഇടുന്നത്. ആ ഒരു സീനിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു കാറ്റിൽ അവളുടെ പർദ്ദ പറന്നു പോവുകയും ഒരു ഫോട്ടോഗ്രാഫർ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ തന്നെ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്ന ഫോട്ടോ ഒരു മാഗസിൻ്റെ മുഖച്ഛായയായി വരുന്നു. ആ കുട്ടിയുടെ കല്യാണ സമയത്ത് ആ നാട്ടിൽ സ്ത്രീകളുടെ മുഖം കാണാൻ പാടില്ല എന്നുള്ളൊരു സംസ്കാരത്തിൽ നിൽക്കുമ്പം ആ കുട്ടീൻ്റെ മുഖം എക്സ്പോസ് ചെയ്ത് വരികയും ഒക്കെ ചെയ്യുന്നൊരു
സംഭവം പർദ്ദ എന്ന ഫിലിമിലൂടെ നമ്മളെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 ഫിലിമിലും ഈ ഒരു സോഷ്യൽ മീഡിയേൻ്റെ ഈ ഒരു കടന്നുകയറ്റത്തിനെ കാണിക്കുന്നുണ്ട്. അപ്പം അതിനെങ്ങനെ നോക്കി കാണുന്നു ആളുകൾ? ഇപ്പം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എന്നൊക്കെ പറ്റിയിട്ട് സിനിമയിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ 2 ഫിലിമിലെയും ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ തോന്നുന്നു? അല്ല, ഒന്നും എങ്ങനെ തോന്നാൻ ഞാൻ കണ്ടിട്ടില്ല, പർദ്ദ കണ്ടിട്ടില്ല. ഞാൻ അതിനെക്കുറിച്ച് പർദ്ദയെക്കുറിച്ച് അറിയാം, പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ആരും എന്നോട് പറഞ്ഞിട്ടുമില്ല. ഞാനത് കണ്ടില്ല, കാണണം. എനിക്ക് തോന്നുന്നത് കണ്ടാലേ എനിക്കും പറയാൻ പറ്റും. പിന്നെ ഒരേ രീതിയിൽ പലർക്കും ചിന്തിക്കല്ലേ ഇത് എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് എനിക്കറിയില്ല. പടം കണ്ടാലേ അറിയാവും. അതിപ്പോ ഇത് പുതിയതൊന്നും അല്ലല്ലോ നമ്മൾ പറയുന്നത്. നമ്മളിവിടെ ഉള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ സിനിമയിലൂടെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പറയാൻ ശ്രമിക്കുന്നത്. അപ്പൊ ചിലപ്പം അതിന്റെ എലമെന്റ്സ് ഒക്കെ ഉറപ്പായിട്ട് പല സിനിമകളിലും പലയിടത്തും ഒക്കെ പലർക്കും ചിന്തിക്കാം, പലർക്കും പറയാം. അതൊന്നും തെറ്റില്ല. അത് സിനിമ അങ്ങനെയാണല്ലോ. അതെ, ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ആണല്ലോ. അത് എങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. 2ലും വന്നിട്ടുള്ളത് ഒരു സംസ്കാരത്തിനെ പറയുന്ന, ഒരു പാരമ്പര്യത്തിനെ പറയുന്ന ഒരു കഥയാണ് വന്നിട്ടുള്ളത്. അപ്പം 2ഉം നമുക്ക് കണക്ട് ചെയ്ത് നോക്കുമ്പം ഭയങ്കര രസമായിട്ട് തോന്നും ഈ ഇതിലെ ഒരു എലമെന്റ് പറയുമ്പോഴേ. അപ്പം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് എടുത്ത് ചോദിച്ചത്. പിന്നെ ഈ നാഗങ്ങളുടെയൊക്കെ കൂടുതൽ വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ടല്ലോ, തിയേറ്റർ എന്ന് പറയുന്ന മൂവിയിൽ. അപ്പം എന്താണ് പണ്ട് കാലത്തെ കേട്ട് മറന്നിട്ടുള്ള കുറേ കഥകളോ ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ട് വന്നിട്ടുള്ള കുറേ കഥകളും നാഗാരാധന, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നോ? കുട്ടിക്കാലം മുതലുള്ള കുറേ ഓർമ്മകളോ അതൊക്കെ ഈ ഒരു സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും എൻ്റെ എല്ലാ സിനിമകളിലും റൂട്ടഡ് ആയിട്ടുള്ള കഥകളാണ് ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും കണ്ടിട്ടുള്ളതും കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പല കഥകളും തന്നെയാണല്ലോ, പല ഇമേജസും ആണല്ലോ നമ്മുടെ മനസ്സിലുള്ളത്. അപ്പം അങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് കണക്റ്റ് ആവുന്നതും അതിലൂടെ പറയാൻ ശ്രമിച്ചതും. അങ്ങനത്തെ ഒരു സിനിമയാണത്. അപ്പോൾ അത് നാഗങ്ങൾ അല്ലെങ്കിൽ ആ മിത്ത് എന്ന് പറയുന്നത് അതാണല്ലോ. ഇപ്പം പരമ്പരാഗതമായി ഈ വിശ്വാസങ്ങളും അല്ലെങ്കിൽ അവരുടെ പാരമ്പര്യമായിട്ട് ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരമ്മയുടെയും മകളുടെയും ലൈഫിലോട്ട് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ ഇടപെടലുകളും അല്ലെങ്കിൽ അത് പുറം ലോകമായിട്ട് അവർ സംവദിക്കേണ്ടി വരുന്നതും ഒക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പം ഉറപ്പായിട്ട് അതിൽ നമ്മൾ പറയുന്നത് എങ്ങനെ കേരളം ഉണ്ടായെന്നും കേരളത്തിലെ കാവുകൾ എങ്ങനെ ഉണ്ടായെന്നും കാവുകളെ കുറിച്ചുള്ള ഐതിഹ്യവും അല്ലെങ്കിൽ അതെങ്ങനെ അതൊരു മിത്തായിട്ട് മാറിയെന്നും ആ മിത്തിനെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള 2 പേരുടെ ലൈഫിലോട്ട് അത് ഇഫക്റ്റ് ചെയ്യുന്നതെന്നും അത് ഒരുപാട് പേർ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണല്ലോ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും ഒക്കെ അത് ഈസി ആയിട്ട് ഒരു നൊസ്റ്റാൾജിക് ആയിട്ടോ അല്ലെങ്കിൽ ഓർമ്മകളായിട്ടോ കണക്ട് ചെയ്യാൻ, എല്ലാ തരത്തിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് തിയേറ്ററിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ആ വിഷ്വൽസ് ഒക്കെ നാഗങ്ങളുടെ ഒക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതിന്റെ അല്ല, അതൊക്കെ ഇപ്പം ഇതുണ്ടല്ലോ, ടെക്നോളജി ഉണ്ട്. പിന്നെ റിമയെ ഇൻഫെക്റ്റഡ് ആക്കുന്ന ഒരു പ്രാണീനെ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ CG ഒക്കെയാണ് കുറെ കൂടുതൽ. ഇന്നത്തെ കാലത്ത് ടെക്നോളജി ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ വെച്ചിട്ടാണ് കൂടുതലും ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പൊ അത് റിയലായിട്ട് ചെയ്യാനുള്ളൊരു ഇതുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ സിനിമയ്ക്ക് ആവശ്യമാണ്. ആ സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ് ടെക്നോളജിയിലൂടെ ചെയ്യാൻ ശ്രമിച്ചത്. എപ്പോ മുതലാണ് സിനിമയോട് ഇഷ്ടം തുടങ്ങിയത്? സിനിമയോട് ഇഷ്ടം വളരെ പണ്ട്, ചെറുപ്പം മുതലേ, ഓർമ്മ വെച്ച കാലം മുതലേ സിനിമ എന്നുള്ളൊരു ഇതിനോട് താല്പര്യം തോന്നുകയും അതിലോട്ട് കൂടുതൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും, അങ്ങനെ ഒരു ഗോഡ് ഫാദറോ അങ്ങനെ ഒന്നും എനിക്കില്ല. പക്ഷെ അതിനോടൊരു പാഷനും ഉണ്ടായി വളരെ ചെറുപ്പത്തിൽ തന്നെ. ആ ഒരു മീഡിയത്തോട് അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജിനോട് ഒക്കെ തോന്നിയിട്ടുള്ളൊരു ഇഷ്ടവും ഒക്കെ തന്നെയാണ് അത് സിനിമയിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചത്. അപ്പം അത് ഏത് പ്രായമൊന്നും പോലും ഓർമ്മയില്ല. അതൊരു അനിശ്ചിതത്വം ആയിട്ടിങ്ങനെ ഏതോ ഒരു ഇതായിട്ടിങ്ങനെ വന്നു. നിയമ വിദ്യാർത്ഥിയായിട്ടുള്ള ഒരു സജിൻ ബാബു ഉണ്ടായിരുന്നു അല്ലേ? അതെ, അതൊക്കെ പിന്നെ നമ്മൾ പഠിക്കുന്നത്, ഞാൻ ഇപ്പൊ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത്, ഡിഗ്രി പഠിച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ലോ പഠിക്കാൻ പോയത്. ഇതൊക്കെ ഓരോ ലൈഫിന്റെ ഓരോ സമയത്ത് ഓരോ ഇതല്ലേ. അതിൽ നിന്ന് ഒരു അതിന് മുന്നേ തന്നെ സിനിമ തന്നെയാണ് എന്റെ പാഷനും. ഞാൻ ഷോർട്ട് ഫിലിംസും ഡോക്യുമെന്ററീസ് ഒക്കെ അതിന് മുന്നേ ഒക്കെ ക്യാമ്പസ് ഫിലിംസും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ ഒരു ഫിലിം സ്കൂളിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടി ജോയിൻ ചെയ്തിരുന്നു. സ്വന്തമായിട്ട് ജോലി എടുത്തിട്ടൊക്കെ ഞാൻ
പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് സിനിമ പഠിച്ചതും ക്യാമ്പസ് ഫിലിംസ് ചെയ്തതും പിന്നെ ഫസ്റ്റ് സിനിമ ഡോക്യുമെൻ്ററീസ് ഒക്കെ ചെയ്തതും അത് കഴിഞ്ഞിട്ടാണ് ഫസ്റ്റ് സിനിമയിലോട്ട് ഇൻഡിപെൻഡൻറ്റ് സിനിമ പ്രാക്ടീസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പോൾ 4 സിനിമ ചെയ്തു. എൻ്റെ ഇടയിൽ കുറേ യാത്ര ചെയ്തു, കുറേ സ്ഥലങ്ങൾ പോയി, കുറേ മനുഷ്യരെ പരിചയപ്പെട്ടു, കുറേ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ടായി. ഇതിങ്ങനെയും കണ്ടിന്യൂ ചെയ്യുന്നു. സിനിമ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ മീഡിയം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ക്യാമറ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയ പുതിയ സിനിമ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക, ഇത്രയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുക ഒരു. പിന്നെ അത് അംഗീകരിക്കുകയോ അക്സെപ്റ്റ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ പൈസ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം. അത് ഇതുവരെയുള്ള സിനിമകളിലൊക്കെ അത് തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഈ സിനിമയും അത് OTT ബിസിനസ് ഒക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു തിരിച്ചു വരും എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം നമ്മുടെ സിനിമകളും നമ്മുടെ സിനിമയുടെ സാധ്യതകളും നമ്മുടെ വിഷ്വൽ ലാംഗ്വേജും നമ്മുടെ മനസ്സിലുള്ള സിനിമയും ആർട്ടും ഒക്കെ എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ പോകുന്നു. സന്തോഷം. ഈ സിനിമയ്ക്ക് പിന്നിൽ, ക്യാമറയ്ക്ക് പിന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേ എപ്പോഴെങ്കിലും അഭിനയിക്കണം തോന്നിയിട്ടുണ്ടോ? ഞാൻ സത്യത്തിൽ അഭിനയിക്കാനാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യം ഒറ്റ സിനിമയിൽ സീരിയലിലൊക്കെ പണ്ട് ആൾക്കൂട്ടം ഷൂട്ട് കാണുമ്പോൾ ഇറങ്ങി ചാൻസ് ചോദിച്ചിട്ട് അങ്ങനെ അഭിനയിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ കുറെ ചെറിയ ആയിരുന്നു, ഇപ്പൊ പറയുന്നില്ല. ചെറിയ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ തിയേറ്ററിൽ അഭിനയിച്ചിട്ടുണ്ട്. വില്ലനായിട്ട് ഞാൻ ചെറിയ ഇത് ചെയ്തിട്ടുണ്ട്. ബിരിയാണിയില് ഫോട്ടോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ചെറിയ ഗൗരി ശങ്കരം എന്ന് പറഞ്ഞൊരു പടത്തിൽ നേമം പുഷ്പരാജ് സാറ് ഡയറക്ട് ചെയ്ത, സുഖോട്ടൻ ക്യാമറ ചെയ്ത, മറ്റേ കാവ്യ മാധവനൊക്കെ അഭിനയിച്ചൊരു പടമുണ്ട്. അതില് ചെറിയ റോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചെയ്തതാണ്. പിന്നെ ഒരു നുണക്കഥ എന്ന് പറഞ്ഞൊരു സിനിമയിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. 2, 3, 4 സീനിലുണ്ട്. അപ്പൊ അതുമൊക്കെ പഠിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പിന്നീടാണ് മനസ്സിലായി അഭിനയം എളുപ്പമല്ലാന്നും, അഭിനയം എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള പണിയാണെന്നും, എല്ലാത്തിനെ കുറിച്ചും ധാരണയുള്ള ഒരാൾക്ക് മാത്രമേ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ. എല്ലാവരും അഭിനയിക്കാൻ നടക്കുകയാണ്. പക്ഷെ എല്ലാവർക്കും ആ ക്യാരക്ടർ അവരെന്താണോ എന്ന് അതിനപ്പുറമായിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറും കഥാപാത്രങ്ങളും ചെയ്യണമെങ്കിൽ ഈ ലോകത്തെ കുറിച്ച് നല്ല ജോഗ്രഫി പഠിക്കണം, കെമിസ്ട്രി പഠിക്കണം, ഫിസിക്സ് പഠിക്കണം, എല്ലാം പഠിക്കണം. ഇപ്പൊ ജോഗ്രഫി എന്നോടൊപ്പം കാസർഗോഡുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കത്തില്ല തിരുവനന്തപുരത്തുള്ളത്. അപ്പൊ അവിടത്തുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമായിരിക്കും, സിറ്റിയിലുള്ള ഒരാളുടെ ബോഡി ലാംഗ്വേജ് വ്യത്യാസമായിരിക്കും, ഓരോ വില്ലേജുകളിലും വ്യത്യാസമായിരിക്കും. മലയോര പ്രദേശത്തുള്ള ആളുടെ ആയിരിക്കത്തില്ല വേറൊരു സ്ഥലത്തുള്ളത്. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ നല്ലൊരു ആക്ടറായിട്ടും ആക്ട്രസ് ആയിട്ടും ഒക്കെ വരാൻ പറ്റുള്ളൂ. അപ്പം എളുപ്പപ്പണിയല്ല അഭിനയം എന്നുള്ളത്. അപ്പൊ എല്ലാരും അത് എളുപ്പമായിട്ടാണ് ധരിച്ചിരിക്കുന്നത്. ഒന്ന് വന്ന് മുഖം കാണിച്ചു പോകും. അതെ 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 അതെ. ഇനിയിപ്പം ആക്ടിങ്ങിലേക്ക് വരാൻ പോകുന്നവർക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? മെസ്സേജ് ഒന്നും കൊടുക്കാനില്ല. ഇത് എളുപ്പമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ് അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള വഴികളും അവരുടേതായിട്ടുള്ള മെത്തേഡുകളും കണ്ടെത്തിയിട്ട് ഇപ്പൊ സിനിമയിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള ഒരു രീതികളൊന്നും ഇല്ല. സിനിമ എന്ന് പറയുന്നത് ഇപ്പൊ തിരക്കഥ എഴുതാൻ അവരുടേതായിട്ടുള്ള രീതിയിലാണ് എഴുതുന്നത്. അതിന് ഇന്ന മെത്തേഡിൽ നിങ്ങൾ എഴുതാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കാര്യമില്ല. അതുപോലെ അഭിനേതാക്കളും അങ്ങനെ തന്നെയാണ്. അവരുടേതായിട്ടുള്ള മെത്തേഡുകൾ കണ്ടെത്തുന്നു, അവരുടേതായിട്ടുള്ള വഴികൾ കണ്ടെത്തുന്നു. അത് സംവിധായകരും അങ്ങനെ തന്നെയാണ്, ടെക്നീഷ്യൻസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ പുതിയതായിട്ട് എങ്ങനെയൊക്കെ കൊണ്ടുവരാൻ പറ്റുമോ, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, അങ്ങനെ സ്വന്തമായിട്ട് വഴിവെട്ടി വരുന്നവർക്കാണ് ചാൻസ് ഉള്ളത്. സിനിമ ഇപ്പൊ ഞാൻ സിനിമ എടുത്തില്ലെങ്കിൽ ലോകത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് എന്റെ പ്രശ്നമാണ്. അപ്പൊ എല്ലാവരുടെയും ആരും സിനിമ എടുത്തില്ലെങ്കിൽ അത് സൊസൈറ്റിക്ക് ഒന്നും അങ്ങനെയൊന്നും പറയാനും പറ്റത്തില്ല. സിനിമ എന്ന് പറയുന്നത് അവനവന്റെ ആവശ്യമായിട്ട് ആണ് കാണുന്നത്. അത് പക്ഷെ സൊസൈറ്റിക്ക് നിങ്ങൾ മൊത്തത്തിൽ ഗുണകരമായിട്ടും സത്യസന്ധമായിട്ടും ചെയ്യുമ്പോൾ അത് സൊസൈറ്റിക്കും ഗുണകരമായി മാറും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ എല്ലാവർക്കും അതൊരു ഇൻസ്പിറേഷൻ ആവട്ടെ അല്ലേ? ആ രീതിയിൽ സ്വയം വഴി വെട്ടി വരാനും സ്വന്തമായിട്ടുള്ള ഒരു പാത ഉണ്ടാക്കി വരാനൊക്കെ ഇനി വരുന്ന ആക്ടേഴ്സിനൊക്കെ സാധിക്കട്ടെ. അത് നമ്മുടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേര് ഇപ്പോഴും ഈ മലയാള സിനിമ ഇൻഡസ്ട്രി മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും തെലുങ്കിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ കുടുംബ വാഴ്ച ഏറ്റവും കൂടുതലുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സ്വന്തം വഴിവെട്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പം അതേസമയം നിവിൻ പോളി ആവട്ടെ, ടൊവിനോ തോമസ് ആവട്ടെ, ആസിഫ് അലി ആവട്ടെ, ഇപ്പം അവരും ഒക്കെ പുതിയ തലമുറയിലും ഇപ്പം നസ്ലിൻ ആവട്ടെ, എല്ലാവരും
അങ്ങനെ ഒരു അച്ഛന്റെ മകനായിട്ട് വന്നതല്ലല്ലോ. അതെ അതെ. അപ്പൊ എല്ലാവരുടെയും കൂടെ ഒരു മിക്സ് ആണ് ഇതൊക്കെ. നിവിൻ പോളിന്റെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ്. അതെ 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 അതെ. പിന്നെ ഇപ്പം ഫസ്റ്റ് ഫിലിം ഉണ്ടല്ലോ, ഷോർട്ട് ഫിലിമുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫസ്റ്റ് ഫിലിം അൺ ടു ദ ഡെസ്ക് അല്ലേ? സോ അത് എഴുതിയിട്ട് പെട്ടെന്നായിരുന്നോ അതിന്റെ ഒരു? അത് പെട്ടെന്നായിരുന്നില്ല, അത് കുറെ സമയം എടുത്തിട്ട്. ഞാനും വേറെ ആൾ കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അത് എഴുതിയത് അന്ന് ആ സമയത്ത്. അപ്പോൾ ജോസ് എന്നാണ് പേര്. അപ്പോൾ പുള്ളിയായിട്ട് ചേർന്ന് കുറേ സമയം എടുത്തിട്ടാണ് അത് 24 വയസ്സൊക്കെ ആയപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു പരിപാടിയിലോട്ട് പ്ലാൻ ചെയ്യുന്നതും അങ്ങനെ ഒരു ഐഡിയ വരുന്നതും പുള്ളിയായിട്ട് ഡിസ്കസ് ചെയ്യുന്നതും. ആ സിനിമ ഏകദേശം 1.5 കൊല്ലം എടുത്തിട്ടാ സിനിമ എഴുതിയതിനു ശേഷം 1.5 കൊല്ലം എടുത്തു. എഴുതി പിന്നെ ഷൂട്ട് ചെയ്തതാണ്. അത് കുറച്ച് ഡയലോഗ്സ് ഒന്നും ഇല്ലാത്തൊരു പടമാണ്. ഒരു ഡയലോഗോ അങ്ങനെ 10-15 ഡയലോഗ്സേ ഉള്ളൂ. അതൊരു എക്സ്പെരിമെന്റൽ ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പടം. അന്ന് 10-25 ദിവസം ഓഡിയോ പടമാണ്. IFFK-ൽ രജത ജാഗോർ ഉൾപ്പെടെ 2 അവാർഡ് ഉണ്ടായിരുന്നു. ബാംഗ്ലൂർ വെച്ച് ഇന്ത്യൻ സിനിമ ആയിരുന്നു. മാമിയിലായിരുന്നു പ്രീമിയർ, ബോംബെയില്. അപ്പൊ അങ്ങനെ കുറെ ഇതൊക്കെ കിട്ടിയ പടമായിരുന്നു അത്. ആ ഒരു ഫസ്റ്റ് ഫിലിം എഴുതിയപ്പോൾ ഒരു ഫീൽ എന്തായിരുന്നു? അത് എഴുതിയപ്പോൾ ഉള്ള ഫീലിനേക്കാളും അത് ഷൂട്ട് ചെയ്ത് സിനിമയാക്കി അത് പുറത്ത് വന്നപ്പോഴുണ്ടാവുന്ന ഫീലാണല്ലോ ഏറ്റവും പ്രധാനമായിട്ട്. അല്ല, ഒരു പറഞ്ഞല്ലോ ഒരു 10-15 ഡയലോഗ്സേ അതിലുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലായിരുന്നോ, അല്ലെങ്കിൽ അതെല്ലാം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതെല്ലാം സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും പുള്ളിയും കൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഞാൻ പറയുകയും ചെയ്ത കുറെ. എന്റെ മനസ്സിൽ ട്രീ ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു സിനിമ ആണ് ആ സിനിമയ്ക്ക് പ്രചോദനമായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആലോചിക്കാനും ട്രീ ഓഫ് ലൈഫ് വളരെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല സിനിമകളും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ പിന്നെ ആ സമയത്ത് കുറച്ചുകൂടെ ഞാൻ ഈ ഫെസ്റ്റിവൽ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നുള്ള നിലയിലാണ് അങ്ങനത്തെ ഒരു ഓഡിയോ വിഷ്വൽ എക്സ്പീരിയൻസ്, ഒരു യൂറോപ്യൻ സിനിമകളൊക്കെ കുറേ കണ്ട് അതിൻ്റെയൊക്കെ ഒരു ഇതുമൊക്കെ ഉണ്ടായിരുന്നു. യൂറോപ്യൻ സിനിമകളും ഹോളിവുഡ് സിനിമകളും ഒക്കെ എന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള ഹോളിവുഡ് സിനിമകളും ഒക്കെ അങ്ങനെ ചെയ്തതാണ്. പക്ഷെ ഇന്ന് അത് മാറി. ഇന്നാണെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കത്തില്ല സിനിമ ചെയ്യുന്നത്. കുറച്ചുകൂടെ ആൾക്കാർക്ക് സംവദിക്കാൻ പറ്റുന്ന തരത്തിലും ഇന്ന് കുറച്ചുകൂടെ ലോകം ഫാസ്റ്റ് ആണല്ലോ. കുറെ കൂടെ ആൾക്കാർക്ക് അധികം സമയമില്ല, കുറച്ച് സ്പീഡിലും. അതിൻ്റെ ഒരു നറേഷൻ അങ്ങനെയാണ്. അതല്ലെങ്കിൽ അത് ഇപ്പൊ ഫെസ്റ്റിവൽസ് പോലും അങ്ങനെ ആയി മാറി. കുറച്ച് എക്സ്പെരിമെന്റൽ ഫിലിം ഫെസ്റ്റിവലുകൾ മാത്രമാണ് ലോകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനേക്കാൾ ഉപരിയായിട്ട് സിനിമകള് ആൾക്കാരിലെത്തുക എന്നുള്ളതാണ്. ആളുകൾക്കൊക്കെ കാണാൻ ഇപ്പൊ ആർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. ആർട്ട് ഫിലിമുകളാണല്ലോ കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഈ ലാസ്റ്റ് മൂവി ആർട്ട് സിനിമയൊന്നും ഇല്ല. സിനിമയൊക്കെ നല്ല സിനിമയും ചീത്ത സിനിമയുള്ളൂ. അത് എല്ലാ കാലത്തും അങ്ങനെയാണ്. അതെ, ആൾക്കാരുമായിട്ട് സംവദിക്കാൻ പറ്റുകയും കണക്ട് ചെയ്യാൻ പറ്റുകയും റിലേറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നതാണ് സിനിമ. അത് സിനിമയിലെ എല്ലാ ആർട്ട് ഫോംസും. അതിൽ ആർട്ട് എന്ന് പറയുന്ന സാധനം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. പിന്നെ കമേഴ്ഷ്യൽ സിനിമ എന്ന് പറയുമ്പോൾ ചില ഫോർമുല കമേഴ്ഷ്യൽ സിനിമകളുണ്ട്. 3 ആക്ഷൻ വേണം, 2 പാട്ട് വേണം, അല്ലെങ്കിൽ 4 പാട്ട് വേണം, അങ്ങനെയൊക്കെയുള്ള സിനിമകളുണ്ട്. അതും ഇവിടുത്തെ ആൾക്കാർ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എല്ലാം വേണം, എല്ലാ സിനിമകളും വേണം. അല്ലെങ്കിൽ ഒന്നല്ല ശരി, അതാണ് ശരി, ഇതാണ് ശരി എന്നൊന്നുമില്ല. ശരിയും തെറ്റൊന്നുമില്ല എന്നുള്ളതേ ഉള്ളൂ. അത് സിനിമ ചിലത് ഒരുപാട് പേരെ കണക്ട് ചെയ്യുമായിരിക്കും, ചിലത് കുറച്ച് പേരെ കണക്ട് ചെയ്യുമായിരിക്കും. ഇപ്പം ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന OV വിജയന്റെ നോവല് ഇത്രയും വർഷമായിട്ടും അത് എക്സിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ആ വർഷം ഇറങ്ങിയ ചിലപ്പം സുധാകർ മംഗളോദയത്തിന്റെ മനോരമയിലോ മാതൃഭൂമി മറ്റേ മംഗളത്തിലോ വന്നിട്ടുള്ള ഡിറ്റക്റ്റീവ് അങ്ങനത്തെ നോവലുകളായിരിക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടുണ്ടാവുക. പക്ഷെ ഇത് സമയമെടുത്തായിരിക്കും വായിക്കുന്നത്. അടൂർ സാറിന്റെ സിനിമ 1972 സ്വയംവരം ഇറങ്ങിയത് ആ വർഷം സൂപ്പർ ഹിറ്റുകൾ വേറെ ഉണ്ടായിരുന്നിരിക്കാം ആ സിനിമ. പക്ഷെ സ്വയംവരം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു. പുതിയ വിദ്യാർത്ഥികളും സിനിമാക്കാരും ഒക്കെ കാണുന്നു, സംസാരിക്കുന്നു. അതുപോലെ DCKയുടെ സിനിമ, ബൈസിക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ, സത്യജിത്രയുടെ സിനിമ, അതൊക്കെ അങ്ങനെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമ, ഏറ്റവും കൂടുതൽ കാണുന്ന സിനിമയും ഏറ്റവും കൂടുതൽ വായിക്കുന്ന സിനിമയല്ല ഏറ്റവും കൂടുതൽ കലാമൂല്യമുള്ള സിനിമയാവുന്നത്, അല്ലെ കാലത്ത് ഇത് ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ഇഷ്ടപ്പെട്ട ആക്ടർ ആരാണ്? അങ്ങനെ ഒരാൾ മാത്രമില്ല. ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ടാവില്ല. ഇപ്പൊ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ എന്ന് പറയും. ഓഫ് കോഴ്സ് എനിക്കിപ്പോ എല്ലാവരും ഇഷ്ടമാണ്. ഇപ്പൊ ലാലേട്ടനെ ഇഷ്ടമാണ്, മമ്മൂക്കയെ ഇഷ്ടമാണ്, ദുൽഖറിനെ ഇഷ്ടമാണ്, പ്രണവിനെ ഇഷ്ടമാണ്. അങ്ങനെ പ്രത്യേകിച്ച് കമലഹാസൻ സാറിനെ ഇഷ്ടമാണ്, രജനി സാറിനെ ഇഷ്ടമാണ്. ക്ലോസ്കിൻസ്കി എന്ന് പറഞ്ഞൊരു ആക്ടറുണ്ട്. അങ്ങനെ ഒരുപാട് പേര്. അതും ഒന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ച്
ഇപ്പൊ ഇതുവരെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു മൂവി വേൾഡ് ഫിലിമില് ഒരുപാട് സിനിമകൾ പറയേണ്ടി വരും. അതും ഈ പറഞ്ഞ പോലെ ഓർമ്മകളുള്ള സിനിമകൾ മാത്രമാണ്. ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറെ സിനിമകളുണ്ട്. അപ്പൊ അതിലിപ്പം സൈലന്റ് ലൈറ്റ് എന്ന് പറയുന്ന കാർലോസ് റീഗദാസിന്റെ പടമുണ്ട്, ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. അത് ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതേസമയം റസൽ ക്രോ അഭിനയിച്ച പടമുണ്ട്, ഗ്ലാഡിയേറ്റർ, ഭയങ്കര ഇഷ്ടമുള്ള ഹോളിവുഡ് പടമാണ്, എല്ലാവർക്കും കണക്ട് ആവുന്ന പടമാണ്. അപ്പം അങ്ങനെ പല പല സിനിമകളുണ്ട്. യൂറോപ്യൻ സിനിമകളിൽ തന്നെ ഒരുപാട് പല, ഈ ഡേവിഡ് ലിഞ്ചിന്റെ സിനിമകൾ ഇഷ്ടമാണ്, ഹോളിവുഡിലെ തന്നെ. ഡേവിഡ് ഫിഞ്ചറിന്റെ സിനിമകൾ ഇഷ്ടമാണ്, മാർട്ടിൻ സ്കോസയുടെ പടങ്ങൾ ഇഷ്ടമാണ്. അതേസമയം ബെല്ലാത്താറിന്റെ പടം ഇഷ്ടമാണ്, ബ്രസോണിന്റെ പടം ഇഷ്ടമാണ്. അപ്പൊ അതൊക്കെ കൊറസോവയുടെ പടം ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെയൊക്കെ എല്ലാം, അതും ഞാൻ പറഞ്ഞില്ല, അതാണ് ഇഷ്ടം, അതാണ് ശരി, അതാണ് നല്ലത്, ഇത് കൊള്ളില്ല എന്നല്ല. നമ്മൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു, കുറേ സിനിമാ വിശേഷങ്ങൾ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. സാറിന് എന്ത് തോന്നുന്നു? ഇല്ല, എല്ലാം നമുക്ക് പറയാൻ അവസരം കിട്ടുന്നത് നല്ലതല്ലേ. അത് എല്ലാ ഇന്റർവ്യൂസും നല്ലതാണ് എന്ന് പറയുന്ന പോലെ ഇതും നല്ലതായിരുന്നു. ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആയിരുന്നു. ഓഫ് കോഴ്സ് നമുക്ക് ഒരു അവസരം കിട്ടിയില്ല നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, നമ്മുടെ സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ, അതൊക്കെ എത്രത്തോളം പറയാൻ പറ്റി എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം. സാർ, ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു സ്നേഹ സമ്മാനമുണ്ട് സാറിന്. എനിക്ക് പെയിന്റിങ്സ് ഇഷ്ടമാണ്. ഇവിടെ കണ്ടില്ലേ കുറേ പെയിന്റിങ്സ് ഞാൻ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. എന്തായാലും സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്.